നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. വിവാഹ വാഗ്ദാനം നൽകി പീഡനം, പ്രതി അറസ്റ്റിൽ. ഓച്ചിറ ചങ്ങൻകുളങ്ങര സ്വദേശി ആദിത്യനാണ് അറസ്റ്റിലായത്. യുവതിയുടെ പരാതിയിലാണ് കേസ്. ഭിന്നശേഷിക്കാർക്കൊപ്പം സമയം ചെലവഴിച്ച് മന്ത്രി ബിന്ദു കൃഷ്ണ. വിവിധ ജില്ലകളിൽ നിന്നായി മന്ത്രിയെ കാണാൻ ഭിന്നശേഷിക്കാർ എത്തി. കേക്ക് മുറിച്ചും മധുരം പങ്കിട്ടും ഭിന്നശേഷി കുട്ടികൾക്കൊപ്പം മന്ത്രി. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിലെ തട്ടിപ്പ്, താൽക്കാലിക ജീവനക്കാരൻ റിമാൻഡിൽ. ഡിവൈഎഫ്ഐ നേതാവായ എബിൻ കെ ഷിജു ആണ് റിമാൻഡിലായത്. വിശദമായ വാർത്തകളിലേക്ക്. വിവാഹ വാഗ്ദാനം നൽകി പീഡനം, പ്രതി അറസ്റ്റിൽ. ഓച്ചിറ ചങ്ങൻകുളങ്ങര സ്വദേശി ആദിത്യനാണ് അറസ്റ്റിലായത്. യുവതിയുടെ പരാതിയിലായിരുന്നു കേസ്. നവമാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട തൃശൂർ സ്വദേശിനിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിലാണ് യുവാവിനെ അറസ്റ്റ് ചെയ്തത്. ഓച്ചിറ ചങ്ങൻകുളങ്ങര സ്വദേശി 24-കാരനായ ആദിത്യനാണ് അറസ്റ്റിലായത്. യുവതിയുടെ പരാതിയെ തുടർന്നായിരുന്നു അറസ്റ്റ്. കഴിഞ്ഞ വർഷം യുവതിയെ നവമാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട ആദിത്യൻ വിവാഹ വാഗ്ദാനം നൽകി ചങ്ങൻകുളങ്ങരയിലെ വീട്ടിലും വിവിധ സ്ഥലങ്ങളിലും എത്തിച്ച് പലതവണ പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് യുവതി നൽകിയ പരാതിയിൽ പറയുന്നു. കരുനാഗപ്പള്ളി ACPC ജോണിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. കരുനാഗപ്പള്ളി സബ് ഡിവിഷൻ ഡാൻസ് ഓഫ് സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിലെ തട്ടിപ്പ്, താൽക്കാലിക ജീവനക്കാരനായ ഡിവൈഎഫ്ഐ നേതാവ് എബിൻ കെ ഷിജുവിനെ റിമാൻഡ് ചെയ്തു. 23 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് ഇയാൾ നടത്തിയത്. അപഹരിച്ച പണം അമ്മയുടെ അക്കൗണ്ടിലേക്കാണ് ഇയാൾ മാറ്റിയത്. ഡിവൈഎഫ്ഐയിൽ നിന്നും ഇയാളെ പുറത്താക്കി. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിലാണ് 23 ലക്ഷത്തോളം രൂപയുടെ തിരിമറി നടന്നത്. ഗ്രാമപഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരനായ എബിൻ കെ ഷിബു ആണ് ശാസ്താംകോട്ട പോലീസിന്റെ കസ്റ്റഡിയിലായത്. ഇയാൾ ഡിവൈഎഫ്ഐ കുന്നത്തൂർ മേഖലാ സെക്രട്ടറി കൂടിയാണ്. അപഹരിച്ച പണം ഇയാൾ തന്റെ മാതാവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റിയതായാണ് വിവരം. ഓഡിറ്റ് ഭാഗം നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. ഇതിന് പിന്നാലെ പഞ്ചായത്ത് സെക്രട്ടറി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിൽ 2015-20 കാലഘട്ടത്തിൽ ഞാൻ ഭരണസമിതി ജനപ്രതിനിധിയായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2016 തോന്നുന്നു. അന്നത്തെ പ്രസിഡന്റായിരുന്ന TR ശങ്കരപ്പിള്ളയുടെ നേതൃത്വത്തിൽ ഡെയിലി വേസിനാണ് ഇയാളെ പോസ്റ്റ് ചെയ്യുന്നത്. അന്ന് നമ്മൾ എംപ്ലോയ്മെൻറ്റ് വഴിയൊക്കെ പോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ രാഷ്ട്രീയ സാഹചര്യവും പഞ്ചായത്ത് ഭരണസമിതിയിൽ ഭൂരിപക്ഷം അനുസരിച്ചാണ് ഇവരുടെ ഡെയിലി വേസിന് പോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ തുടർന്നും ഇപ്പോൾ 2026 തുടർന്നും ആ ആൾ ഇവിടെ ജോലി ചെയ്തു പോകുന്നു. ഏത് പോസ്റ്റിലാണ് ജോലി ചെയ്യുന്നു പോകുന്നത് വെച്ചാൽ ആർക്കും അറിയില്ല. ഏത് രീതിയിൽ അതിന് ശമ്പളം മാറിക്കൊടുക്കുന്നു ചോദിച്ചാൽ അറിയില്ല. കാരണം ഇതിന് ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ലാതാണ് പോകുന്നത്. ഇപ്പം നടന്ന ഇവിടുത്തെ സാമ്പത്തിക തിരിമറി 2025 ഫെബ്രുവരി മുതലുള്ള ഒരു പരിശോധന നടത്തിയപ്പോഴാണ് 23 ലക്ഷം രൂപ പുറത്തുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ കാലയളവിന് മുമ്പ് ഈ 16 ഇവിടെ അപ്പോയിൻമെൻറ്റ് ചെയ്തതിനു ശേഷം എന്തുമാത്രം തിരിമറി നടത്തിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതിന് വ്യക്തമായ അന്വേഷണം വേണം. വ്യക്തമായ സമരപരിപാടിയായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ജനപ്രതിനിധികളും ഒന്നടങ്കം മുന്നോട്ട് വരുമെന്നാണ് എനിക്കറിയുന്നത്. തട്ടിപ്പിൽ മറ്റുള്ളവർക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷണം നടത്തി വരികയാണ്. മുൻ ഭരണസമിതിയിലെയും നിലവിലെ ഭരണസമിതിയിലെയും പലർക്കും ഈ തിരിമറിയെക്കുറിച്ച് നേരത്തെ അറിവുണ്ടായിരുന്നുവെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ഭിന്നശേഷിക്കാർക്കൊപ്പം സമയം ചെലവഴിച്ച് മന്ത്രി ബിന്ദു കൃഷ്ണ. വിവിധ ജില്ലകളിൽ നിന്നായി മന്ത്രിയെ കാണാനെത്തിയ ഭിന്നശേഷിക്കാർക്കൊപ്പമാണ് മന്ത്രി സമയം ചെലവഴിച്ചത്. ഇവർക്ക് മന്ത്രി മധുരവും നൽകി. എറണാകുളം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള 60ഓളം ഭിന്നശേഷിക്കാരായ കുട്ടികളാണ് മന്ത്രിയെ കാണാൻ എത്തിയത്. കുട്ടികൾ മന്ത്രിക്ക് പൂച്ചെണ്ട് നൽകി. 1.5 മണിക്കൂർ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കൊപ്പം മന്ത്രി ചിലവഴിച്ചു. കേക്ക് മുറിച്ചും സന്തോഷം പങ്കുവച്ചു. എല്ലാ കുട്ടികൾക്കും മന്ത്രി മധുരം നൽകി. കുട്ടികൾക്കൊപ്പം ഫോട്ടോ എടുത്ത ശേഷമാണ് മന്ത്രി മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മൊബൈൽ ഷോപ്പിൽ നിന്നും പണവും ഫോണുകളും കവർച്ച ചെയ്ത കേസിൽ ദമ്പതികൾ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. അഞ്ചൽ മുക്കട ജംഗ്ഷനിലെ സ്ഥാപനത്തിലായിരുന്നു മോഷണം. 1,40,000 രൂപയും 4 ഫോണുകളുമാണ് ഇവർ മോഷ്ടിച്ചത്. അഞ്ചൽ മുക്കട ജംഗ്ഷനിലെ മൊബൈൽ മാൾ സ്ഥാപനത്തിൽ നിന്നും പണവും മൊബൈൽ ഫോണും കവർച്ച ചെയ്ത കേസിലാണ് ദമ്പതികൾ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിലായത്. ആറോ ജംഗ്ഷന് സമീപത്തുള്ള മുക്കട എന്ന സ്ഥലത്ത് ഒരു മൊബൈൽ ഷോപ്പ്
ബ്രേക്ക് ചെയ്ത് ഏകദേശം ഒരു 3,87,000 രൂപയുടെ മുതലുകളും പൈസയും കൂടെ മോഷണം ചെയ്തു പോയ ഒരു കേസാണ്. അപ്പോൾ ഈ കേസ് നമുക്ക് രാവിലെ തന്നെ 23-ാം തീയതി വെളുപ്പിന് തന്നെ നമ്മൾ സ്റ്റേഷനിലേക്ക് വിവരം വരുന്നു. അതിനനുസരിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഫോളോ അപ്പ് ചെയ്യുന്നു. ഫിംഗർ പ്രിൻ്റ് എക്സ്പെർട്ട് എല്ലാം വന്ന് ഇതിൻ്റെ എല്ലാ എവിഡൻസ് എല്ലാം കളക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായത് ഈ കടയിലെ ഒരു സ്റ്റാഫാണ് ഇതിനകത്ത് ഈ കുറ്റം ചെയ്യാനായിട്ട് പ്രതികൾക്ക്, അതായത് 1-2 പ്രതികൾക്ക് കുറ്റം ചെയ്യാനായിട്ട് ഉള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത്. ഈ കടയിലെ സ്റ്റാഫായ അഭിഷേക് എന്ന് പറയുന്ന പയ്യൻ ഇതിൻ്റെ ചാവി, അതായത് നമ്മുടെ ഈ ഷോപ്പിൻ്റെ പുറത്തേക്ക് ഇറങ്ങാവുന്ന ചാവി 1-ാം പ്രതിക്ക് കൊടുക്കുകയും 1-ാം പ്രതി 23-ാം തീയതി വെളുപ്പിന് ഒരു 1:30 മണിയോടുകൂടി 1-2 പ്രതികൾ വന്ന് 1-ാം പ്രതി കടയ്ക്ക് ഉള്ളിൽ കയറുകയും 4 മൊബൈൽ ഫോണുകൾ, അതിനകത്ത് 2 ഫോൺ ഐഫോണാണ്, ഏകദേശം നല്ല വിലയുള്ള ഐഫോണാണ്. അപ്പോൾ 4 ഫോണുകൾ എടുക്കുകയും ഡ്രോയിൽ സൂക്ഷിച്ചിരുന്ന 1,40,000 രൂപ മോഷണം ചെയ്തുകൊണ്ട് പോയിട്ട് 1-2 പ്രതികൾ വീട്ടിൽ കൊണ്ട് സൂക്ഷിച്ചു വെച്ചിരുന്നു. അതിനുശേഷം നമ്മൾ ഈ അന്വേഷണം നടത്തി 3 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ഈ മുതലുകൾ ഇവരെ വീട്ടിൽ നിന്ന് നമ്മൾ ബന്ധവസ്ഥയിലെടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. കരുകോൺ ഷാൻ മൻസിലിൽ നാസിം സുൽത്താൻ, ഭാര്യ തുടയന്നൂർ ചാണപ്പാറ ഷിബു ഭവനിൽ ആര്യ, ചണ്ണപ്പേട്ട ഒറ്റത്തെങ്ങുവിള വീട്ടിൽ അഭിഷേക് എന്നിവരാണ് അറസ്റ്റിലായത്. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു മോഷണം. കടയിലെ ജീവനക്കാരനായ അഭിഷേകിന്റെ സഹായത്തോടെയാണ് ഇവർ മോഷണം നടത്തിയതെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ മോഷണത്തിന് സഹായം ചെയ്തു കൊടുത്തത് അഭിഷേകാണെന്ന് വ്യക്തമായി. 1,40,000 രൂപയും ഉയർന്ന വിലയുള്ള 4 മൊബൈൽ ഫോണുകളുമാണ് ഇവർ കടയിൽ നിന്നും മോഷ്ടിച്ചത്. പ്രതികളുടെ വീട്ടിൽ നിന്നും പോലീസ് മോഷണ സാധനങ്ങൾ കണ്ടെത്തി. കട തുറക്കാനെത്തിയ ജീവനക്കാരാണ് മോഷണ വിവരം അറിയുന്നത്. തുടർന്ന് അഞ്ചൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മൂവരും പിടിയിലായത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചു. റോഡ് കയ്യേറി നടക്കുന്ന തെരുവ് കച്ചവടത്തിന് നഗരസഭ ഒത്താശ ചെയ്യുകയാണെന്ന് ആരോപിച്ചായിരുന്നു ഉപരോധം. ഒരാഴ്ചയ്ക്കകം നടപടി സ്വീകരിക്കാമെന്ന ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത്. നമ്മൾ കരുനാഗപ്പള്ളി തന്നെ ഞങ്ങൾ എടുത്ത വിധിയുണ്ട്, അതിനും ആധാരമാണ്. പക്ഷെ ഇത് നടപ്പിലാക്കാത്ത രാഷ്ട്രീയക്കാരുടെ ഇടപെടൽ കാരണം അവർക്ക് നേട്ടം ഉണ്ടാവാം. നമ്മളിവരെ ഇവിടുന്ന് തുടച്ചു മാറ്റാനല്ല പറയുന്നത്. ഒരു സാധുക്കളെ ആൾക്കാരുണ്ട്, നമുക്ക് അവരുടെ ഉപജീവന മാർഗമാണെങ്കിൽ അവരെ ഏത് സ്ഥലത്തേക്കും മാറ്റി പാർപ്പിക്കാം. 2014 സ്ട്രീറ്റ് വെണ്ടർ ആക്ട് പ്രകാരം നടപ്പിലാക്കുക. ഇത്രയും വർഷമായി 2014 കേരള ഗവൺമെന്റ് നടപ്പിലാക്കിയ ഒരു നിയമം നമ്മുടെ മുനിസിപ്പാലിറ്റി ഈ നിമിഷം വരെ നടപ്പിലാക്കിയിട്ടില്ല. ഞങ്ങളായിട്ട് തന്നെ 1,00,000 മുടക്കി എല്ലാം ഞങ്ങള് പൈസ കൊടുത്തു. റോഡ് കയ്യേറി നടക്കുന്ന തെരുവ് കച്ചവടത്തിന് നഗരസഭ ഒത്താശ ചെയ്യുകയാണെന്ന് ആരോപിച്ചാണ് കരുനാഗപ്പള്ളി താലൂക്ക് മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചത്. 100ഓളം പ്രവർത്തകർ മുദ്രാവാക്യങ്ങളുമായി സെക്രട്ടറിയുടെ ചേംബറിലേക്ക് എത്തുകയായിരുന്നു. ലൈസൻസും തൊഴിൽ നികുതിയും അടച്ച് നിയമാനുസൃതമായി വ്യാപാരം നടത്തുന്ന സ്ഥാപനങ്ങളെ അവഗണിച്ച് ദേശീയപാതയിലും മാർക്കറ്റ് റോഡിലും അനധികൃത തട്ടുകടകൾ വ്യാപകമായി പ്രവർത്തിക്കുന്നതായി അസോസിയേഷൻ ആരോപിച്ചു. പല തട്ടുകടകളും ബിനാമി ഉടമസ്ഥതയിലാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. തെരുവു കച്ചവടക്കാർക്കെതിരെ നഗരസഭ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. വിഷയത്തിൽ MLAയും നഗരസഭാ ഭരണസമിതിയും അടിയന്തരമായി ഇടപെട്ട അനധികൃത കച്ചവടം അവസാനിപ്പിക്കുകയും പുനരധിവാസ പദ്ധതി നടപ്പാക്കുകയും വേണമെന്ന് മർച്ചന്റ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ നടപടികൾ ആരംഭിക്കാമെന്ന് നഗരസഭാ സെക്രട്ടറി ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. അസോസിയേഷൻ പ്രസിഡന്റ് സുധീർ ചോയ്സ്, സെക്രട്ടറി രഞ്ജീവ് ശേഖർ, ട്രഷറർ അനസ് സെയ്ദ, കാട്ടൂർ ബഷീർ, രാജീവൻ ഈസ്റ്റ് ഇന്ത്യ, സക്കീർ പുത്തൻവീട്ടിൽ, സജി സോഡിയാക്, ഹുസൈൻ കൊല്ലക്കാരൻ, സഹജൻ പൊയ്കയിൽ, മുഹമ്മദ് ഫൈസി, MK ഷംനാദ്, അമ്പുവിള ലത്തീഫ്, സൈബു സാബു, അനീസ് ചക്കാല, സമീർ ദന്തോ, വിജിൽ നല്ലഭൂമി, അനിൽ ഉണ്ണിത്താൻ, സിയാദ് ഐസ്പോട്ട, പ്രശാന്ത്, ജവാദ് ഷാ, ശ്രീജ VS, രാജി ചില്ലീസ്, സന ഫാത്തിമ എന്നിവർ നേതൃത്വം നൽകി. ജനങ്ങൾക്ക് സുഗമമായി സഞ്ചാരം നടത്താനുള്ള അവസ്ഥ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ഹൈവേ പണിയുമായി ബന്ധപ്പെട്ട് നിരവധി ബുദ്ധിമുട്ടുള്ളപ്പോൾ ഹൈവേയുടെ ഇരു സൈഡുകളിലും അനധികൃതമായി നടത്തുന്ന വഴിയോര കച്ചവടം, അത് ഒരു ആള് തന്നെ 6ഉം 7ഉം തട്ടിട്ട് ആ ഏരിയ കൈയടക്കി വെച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ വ്യാപാരം നടത്തുന്ന ഒരു മാഫിയ സംഘമായി മാറിയിരിക്കുകയാണ്.
നമ്മൾ പറയുന്നത് ആവശ്യപ്പെടുന്നത് വ്യാപാരികൾ, അങ്ങുള്ള വ്യാപാരികളെ ലൈസൻസ് കൊടുത്തുകൊണ്ട് 2014 വെണ്ടർ ആക്ട് പ്രകാരം അവരെ പുനരുദ്ധരിപ്പിക്കാനുള്ള സംവിധാനം മുനിസിപ്പാലിറ്റി നടപ്പിലാക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ആ ആവശ്യവുമായി നമ്മൾ ഇന്ന് മുനിസിപ്പാലിറ്റിയിലെത്തി നമ്മൾ അതിനുള്ള അപേക്ഷ കൊടുത്തിട്ടുണ്ട്, ഉള്ള ആവശ്യം അറിയിച്ചിട്ടുണ്ട്. എത്രയും വേഗം ഈ ഓണത്തിന് മുമ്പായി തന്നെ അടിയന്തരമായി കരുനാഗപ്പള്ളിയിലെ ഈ ട്രാഫിക് ജാം ഒഴിവാക്കി തരേണ്ട ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാനും സെക്രട്ടറിയും അടക്കമുള്ളവർ ഇടപെട്ടുകൊണ്ട് നടത്തി തരണമെന്നാണ് നമ്മുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പിറവന്തൂർ ചേകം വ്യവസായ പാർക്ക് നാശം നേരിടുന്നു. ഗ്രാമീണ വ്യാവസായിക സംരംഭങ്ങൾ തുടങ്ങാൻ ലക്ഷ്യമിട്ടാണ് വ്യവസായ പാർക്ക് തുടങ്ങിയത്. ഇവിടം ഇഴജന്തുക്കളുടെയും കാട്ടുപന്നികളുടെയും താവളമായി മാറിയിട്ടുണ്ട്. ചേകം വ്യവസായ പാർക്കിനായി 82 ലക്ഷം രൂപ വിനിയോഗിച്ചു വാങ്ങിയ സ്ഥലവും 2 വർഷം മുമ്പ് നിർമ്മിച്ച കെട്ടിടവുമാണ് കാട് മൂടുന്നത്. ഇവിടം ഇഴജന്തുക്കളുടെയും കാട്ടുപന്നികളുടെയും താവളമായി മാറിയിരിക്കുകയാണ്. കെട്ടിട സമുച്ചയത്തിനായി 1 കോടി രൂപ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചിട്ട് വർഷങ്ങളായിട്ടും ഉപയോഗിക്കാനും കഴിഞ്ഞിട്ടില്ല. കെട്ടിടം നിർമ്മിച്ചതല്ലാതെ ഒരുവിധ വ്യവസായ സംരംഭങ്ങളും ഇവിടെ ആരംഭിച്ചില്ല. സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ഉൾപ്പെടെ തുടങ്ങാനാണ് ജില്ലാ പഞ്ചായത്ത് വ്യവസായ പാർക്ക് ആരംഭിച്ചത്. അനുബന്ധ പാതകൾ, വൈദ്യുതി എന്നിവ ഉറപ്പാക്കാതെ നിർമ്മാണം തുടങ്ങിയതാണ് വിനയായത്. അധികൃതർ ആരും തന്നെ ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്നുമില്ല. ആൾക്കാർക്ക് പ്രവേശിക്കാൻ പോലും കഴിയാത്ത നിലയിൽ ഇവിടെ കാട് വളർന്നു കയറി. വ്യവസായ പാർക്ക് ഉടൻ പ്രവർത്തന സജ്ജമാക്കി പ്രദേശത്തെ കാട് വെട്ടിമാറ്റി ജനങ്ങളുടെ ആശങ്കയ്ക്ക് പരിഹാരമുണ്ടാകണമെന്നും ഇല്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും BJP പറഞ്ഞു. കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച ഈ മിനി വ്യവസായ എസ്റ്റേറ്റ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പ്രവർത്തന സജ്ജമാകാതെ അധികൃതരുടെ അനാസ്ഥയിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചു എന്നുള്ളതല്ലാതെ ഇവിടെ ഒരു വ്യവസായ സംരംഭം പോലും ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. മുതൽ ഉപയോഗശൂന്യമായി കിടക്കുമ്പോഴും ബന്ധപ്പെട്ട അധികാരികൾ മൗനം പാലിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ കാട് കയറി കിടക്കുകയാണ്. വിഷജന്തുക്കളും ഇഴജന്തുക്കളും വന്യജീവികളും താവളമാക്കിയിരിക്കുകയാണ് ഇവിടെ. ഇതിലേക്കൂടെയുള്ള വഴി നടത്ത യാത്രക്കാർ, പരിസരവാസികൾ ഇവരെല്ലാം ഭീതിയിലാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുത്തെ കാടുകളും പടലുകളും വെട്ടിമാറ്റുകയും ഈ വ്യവസായ സംരംഭവും ഇവിടെ പ്രവർത്തന സജ്ജമാക്കണമെന്നും BJP പിറവന്തൂർ പഞ്ചായത്ത് സമിതി ആവശ്യപ്പെടുകയാണ്. അല്ലാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി BJP മുന്നോട്ട് പോകുന്നതായിരിക്കും. നിലവിൽ പരിസരവാസികൾക്കും വഴിയാത്രക്കാർക്കും ഭീഷണിയാണ് പാർക്കും പരിസരവും. കാട് വെട്ടിത്തെളിക്കാനെങ്കിലും അടിയന്തരമായി അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കുളത്തൂപ്പുഴ ഡാലിക്കരിക്കം ഉന്നതി നിവാസികൾ മുഖ്യമന്ത്രിക്കും വനം മന്ത്രിക്കും പരാതി നൽകി. വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശത്ത് ഉന്നതി നിവാസികളെ പുനരധിവസിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് നിവേദനം നൽകിയത്. ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരും ഉൾപ്പെടുന്ന സംയുക്ത പ്രതിനിധി സംഘമാണ് നിവേദനം നൽകിയത്. ഡാലിക്കരിക്കം എന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ട് നമ്മുടെ ഫോറസ്റ്റിന്റെ അകത്തുള്ള. അവിടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ എല്ലാ ദിവസവും ആന ഇറങ്ങുന്ന കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ഒരു സ്വയം ഒഴിഞ്ഞു പോകൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 133 കുടുംബങ്ങളിലാണ്. പ്രദേശത്തെ വന്യമൃഗശല്യം ജനങ്ങളുടെ ജീവനും സ്വത്തിനും കടുത്ത ഭീഷണിയാണെന്നും അതിനാൽ ഉന്നത നിവാസികളെ സുരക്ഷിതമായി പുനരധിവസിപ്പിക്കാൻ അടിയന്തര നടപടി വേണമെന്നും പ്രതിനിധി സംഘം ആവശ്യപ്പെട്ടു. 2021 ആരംഭിച്ച ഡാലിക്കരിക്കം സ്വയം ഒഴിഞ്ഞുപോകൽ പുനരധിവാസ പദ്ധതി കഴിഞ്ഞ 5 വർഷമായിട്ടും ഇടതു സർക്കാരിന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതിനിടയിൽ പ്രദേശവാസികൾ നിരവധി പേർ കാട്ടാനാക്രമണത്തിൽ പരിക്കേൽക്കുകയും മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് പ്രദേശവാസികൾ നിരവധി സമരങ്ങൾ നടത്തിയെങ്കിലും സർക്കാർ ഫണ്ടിന്റെ അപര്യാപ്തത മൂലം പുനരധിവാസം മുടങ്ങുകയായിരുന്നു. വിഷയത്തിൽ എത്രയും വേഗം ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രിമാർ സംഘത്തിന് ഉറപ്പു നൽകി. മന്ത്രി ഷിബു ബേബി ജോണുമായി നടത്തിയ ചർച്ചയിൽ പുനലൂർ നിയോജക മണ്ഡലത്തിലെ പുനരധിവാസ പ്രശ്നങ്ങൾ ഗൗരവമായി പരിഗണിക്കുമെന്നും റവന്യൂ, പട്ടികജാതി വകുപ്പുകളുടെ മീറ്റിംഗ് വിളിച്ചു ചേർക്കാൻ ആലോചനകൾ ആരംഭിക്കുമെന്നും മന്ത്രി നിവേദന സംഘത്തിന് ഉറപ്പു നൽകി. KPCC സെക്രട്ടറി ശശിധരൻ, DCC സെക്രട്ടറി SC സഞ്ജയ് ഖാൻ, മണ്ഡലം പ്രസിഡന്റ് മനോജ് സി നായർ, മണ്ഡലം ഭാരവാഹി അഷ്റഫ് ഖാൻ, മുൻ KPCC അംഗം ഷീല സത്യൻ, കുളത്തൂപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ബിബി, വൈസ് പ്രസിഡന്റ് സാബു എബ്രഹാം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുഭിലാഷ് കുമാർ, കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി സലീം ചോഴിയോട്, ഡാലിക്കരിക്കം നിവാസികളായ അമ്മിണി, ശോഭന, ലളിത തുടങ്ങിയവരും നിവേദക സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ.
PM ശ്രീ പദ്ധതിക്കെതിരെ CPI പ്രകടനവും യോഗവും നടത്തി. അഞ്ചലിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. CPIയുടെ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നു പ്രകടനവും യോഗവും. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല മുഴുവൻ RSSനും സംഘപരിവാരത്തിനും തീരെഴുതി കൊടുക്കുന്ന വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മേഖലയെ വർഗീയവൽക്കരിക്കുന്ന PM ശ്രീ പദ്ധതി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് CPI അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും യോഗവും നടത്തിയത്. CPI സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് S. വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. നല്ല പള്ളിക്കൂടമില്ല, അധ്യാപകരില്ല, പഠന സൗകര്യമില്ല, ലാബില്ല, ലൈബ്രറി ഇല്ല, പഠിപ്പിക്കാൻ സാധനമാരില്ല, ഒന്നുമില്ല. ഒരു മനം പറയുന്ന ഒരു മരണത്തെ രാജ്യമാണ് ഇന്ത്യ. അങ്ങനെയുള്ള ഇന്ത്യയിലാണ് ഇവ പറയുന്നത്. BJP പറഞ്ഞത് തങ്ങൾക്കുള്ള ഒരു പുതിയ പദ്ധതി 5 വർഷക്കാലം ഗ്യാരണ്ടി 22 മുതൽ 27 വരെ 27 മാർച്ച് മുതൽ അവസാനിക്കുന്ന പദ്ധതി. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KC ജോസ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി S. സന്തോഷ് സ്വാഗതം പറഞ്ഞു. കിസാൻ സഭ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ലെനു ജമാൽ, CS ജയപ്രസാദ്, K. അനിമോൻ, C. ഹരി, ഡോക്ടർ അലക്സാണ്ടർ കോശി, വൈശാഖി സി ദാസ് എന്നിവർ പങ്കെടുത്തു. അഞ്ചൽ ഗോകുലം ടവറിൽ നിന്നും ആരംഭിച്ച മാർച്ച് ടൗൺ സിറ്റി അഞ്ചൽ മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തേക്ക് കാൽനട യാത്ര നടത്തി അധ്യാപകൻ. കോഴിക്കോട് സ്വദേശി അഭിലാഷ് പുത്തഞ്ചേരിയാണ് കാൽനട യാത്ര നടത്തുന്നത്. നടത്തം ശീലമാക്കൂ, ജീവിതശൈലി രോഗങ്ങൾ ഒഴിവാക്കൂ എന്ന സന്ദേശവുമായാണ് യാത്ര. ആരോഗ്യ സംരക്ഷണവും ജീവിത സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്കാണ് അഭിലാഷ് പുത്തഞ്ചേരി കാൽനട യാത്ര നടത്തുന്നത്. ജീവിതശൈലി രോഗങ്ങൾ തടയാനുള്ള ബോധവൽക്കരണ ക്ലാസും അദ്ദേഹം ഇതോടൊപ്പം നടത്തുന്നുണ്ട്. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നടത്തം കൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് യാത്രയുടെ ലക്ഷ്യം. 20 തവണ രക്തദാനം ചെയ്ത അഭിലാഷ് കോഴിക്കോട് നിന്ന് ധനുഷ്കോടി വരെ സൈക്കിൾ യാത്രയും കേരളത്തിലുടനീളം ലഹരിക്കെതിരെ സൈക്കിൾ യാത്രയും നടത്തിയിട്ടുണ്ട്. ജൂൺ അവസാനം തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും നേരിൽ കണ്ട് യാത്രാ സന്ദേശം കൈമാറുമെന്ന് അഭിലാഷ് പറഞ്ഞു. ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ യാന്ത്രിക യുഗത്തിൽ നമുക്ക് കിട്ടുന്നൊരു സമ്മാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങളാണ്. നമ്മളിപ്പം മേല് കൃത്യമായിട്ട് അനങ്ങുന്നില്ല, ശരീരം അനങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾ ഇപ്പം നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഷുഗർ, അതേപോലെ തന്നെ പ്രഷർ, അതിലൊക്കെ അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു സമൂഹമാണ് കേരളീയ സമൂഹം. അപ്പം അതിന് മെഡിക്കൽ സയൻസ് ഇട്ട് നൽകിയ ഓമനപ്പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങളെന്നാണ്. അപ്പം നമ്മൾ മാറ്റേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം പിന്തുടരുന്ന നമ്മുടെ തെറ്റായ കുറച്ച് ജീവിതശൈലികളുണ്ട്. അത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ രോഗത്തെ കൃത്യമായിട്ട് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്ലിങ്, അതേപോലെ തന്നെ നടത്തം, അതുപോലത്തെ ചെറിയ പിന്നെ വ്യായാമ മുറകൾ ഡെയിലി നമ്മൾ പരിശീലിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള രോഗങ്ങളെ കൃത്യമായിട്ട് ചെറുക്കാൻ വേണ്ടി സാധിക്കും എന്നൊരു മെസ്സേജാണ് ഈ യാത്രയിലൂടെ ഞാൻ പൊതുജന മധ്യത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. ഈ യാത്ര തുടങ്ങിയത് കോഴിക്കോട് ജില്ലയിലെ പുത്തഞ്ചേരിയിൽ നിന്നാണ്. ഈ യാത്ര പിന്നെ 2-3 ദിവസത്തിനുള്ളിൽ പിന്നെ തിരുവനന്തപുരത്ത് അവസാനിപ്പിക്കും. അതേപോലെ തന്നെ കുറച്ച് നിർദ്ദേശങ്ങൾ നമ്മുടെ ഭരണാധികാരികൾക്ക് സമർപ്പിക്കാനുണ്ട്. ആ സമർപ്പണത്തോടു കൂടി ആ യാത്ര അവിടെ വൈൻഡപ്പ് ചെയ്ത് ഞാൻ എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകും. ഒരു ദിവസം 15 മുതൽ 25 കിലോമീറ്റർ വരെ നടക്കും. വൈകുന്നേരം നടത്തം അവസാനിപ്പിക്കും. സീറോ കാർബൺ, സീറോ കലാമിറ്റി എന്ന സന്ദേശവുമായി ശ്രീലങ്കയിൽ സൈക്കിൾ പര്യടനം നടത്തി തിരിച്ചെത്തിയ ശേഷമാണ് അഭിലാഷ് നടത്ത പര്യടനം തുടങ്ങിയിരിക്കുന്നത്. കോഴിക്കോട് പുത്തഞ്ചേരി സ്വദേശിയായ ഇദ്ദേഹം അധ്യാപകനാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. PM ശ്രീ രാജ്യത്തെ വിദ്യാഭ്യാസ നയത്തിന് എതിരാണെന്ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ. PM ശ്രീക്കെതിരെ സംസ്ഥാന വ്യാപകമായി CPI നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായി പുനലൂരിൽ നടത്തിയ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
കേന്ദ്ര സർക്കാർ ഭിന്നിപ്പിന്റെ വിദ്യാഭ്യാസ നയവും കാവ്യവൽക്കരണവുമാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. PM-ശ്രീ രാജ്യത്തെ വിദ്യാഭ്യാസ നയത്തിനെതിരാണെന്ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം മുല്ലക്കര രത്നാകരൻ. പദ്ധതി UDF സർക്കാർ നടപ്പിലാക്കുന്നതിനെതിരെ CPI സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന്റെ ഭാഗമായി CPI പുനലൂർ മണ്ഡലം കമ്മിറ്റി മാർക്കറ്റ് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മഹാനായ മനുഷ്യൻ മഹാത്മാഗാന്ധിയാണ്. ആ മഹാത്മാഗാന്ധിയെ പഠിക്കണ്ട എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് വിദ്യാഭ്യാസ നയത്തിന്റെ പ്രധാന ഭാഗം. നമ്മളെ ഒന്നിപ്പിച്ചവരെ, ഭിന്നിച്ചു നിന്നവരെ കൈകോർക്കാൻ പഠിപ്പിച്ചവരെ, അതിൻ്റെ സമരരൂപങ്ങൾ ആവിഷ്കരിച്ചവരെ നിങ്ങൾ അറിയണ്ട. അങ്ങനെ തീരുമാനിച്ചാൽ ഇന്ത്യക്ക് ഒന്നിക്കാൻ പറ്റില്ല. ഒന്നിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇന്ത്യ ലോകത്തിലെ എല്ലാ കാലത്തിലെയും ദരിദ്ര രാജ്യവും. ആഹാരത്തിൻ്റെ കാര്യത്തിൽ ദാരിദ്ര്യം ഉണ്ടെങ്കിൽ മാറ്റാം, അറിവിൻ്റെ കാര്യത്തിൽ ദാരിദ്ര്യം വന്നാൽ മാറ്റാൻ പറ്റില്ല. അറിവിൻ്റെ കാര്യത്തിൽ ഇന്ത്യയെ ദരിദ്രമാക്കുന്ന ഒരു നയം PM-ശ്രീയിലുണ്ട്, NEP-യിലുണ്ട്. ഇപ്പം മഹാഭാരതത്തിൽ ആറ്റം ബോംബുണ്ടെന്ന് നരേന്ദ്രമോദി അഭിമാനത്തോടെ പറഞ്ഞാലും നമുക്കറിയാം ആറ്റം ബോംബൊക്കെ ഉണ്ടായത് ആധുനിക കാലത്താണ്. അതായത് നമുക്ക് ചില കാര്യങ്ങളിൽ അഭിമാനം കൊള്ളാം, പക്ഷെ ആവശ്യമില്ലാത്ത അഭിമാനം കൊണ്ടാൽ അപകടം വരും. ആ അപകടം ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലുണ്ട്. ഇനി ഇന്ത്യയിൽ ഹിന്ദുവും മുസ്ലിമും തമ്മിൽ വേർതിരിയുന്ന ഒരു രാഷ്ട്രീയമാണ് വളർന്നു വന്നാൽ ഇന്ത്യ നശിക്കും, ഇന്ത്യ ഇല്ലാതാവും. അങ്ങനെ ഒരു രാഷ്ട്രീയം ബോധപൂർവം വളർത്താനുള്ള ആശയങ്ങൾ നിക്ഷേപിക്കുന്ന ഒന്ന് NEP-യിലുണ്ടെന്ന് PM-ശ്രീയിലുണ്ടെന്ന് ലീഗിനറിയാം, കോൺഗ്രസിനറിയാം, സതീശനും ഷംസുദ്ദീനും അറിയാം. അധികാരത്തിന് വേണ്ടി അത് അടിയറ വയ്ക്കരുത്. CPI പുനലൂർ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി L ഗോപിനാഥപിള്ള അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി VP ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം K രാജശേഖരൻ നന്ദി രേഖപ്പെടുത്തി. മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം K രാജശേഖരൻ നന്ദി പറഞ്ഞു. മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ K രാധാകൃഷ്ണൻ, J ഡേവിഡ്, J ജ്യോതികുമാർ, V രാജൻ, നവമണി, നഗരസഭ ഉപാധ്യക്ഷ K പ്രഭ, ജോബോയി പെരേര, VS പ്രവീൺകുമാർ, R ജയനാഥൻ, വിഷ്ണുദേവ്, പ്രസാദ് ഗോപി, ശരത്തൊറ്റയ്ക്കൽ, രാജേന്ദ്രൻ, ബാബു ചെറിയാൻ, രാജേഷ് എന്നിവർ പങ്കെടുത്തു. CPI മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്നാണ് പ്രതിഷേധ പ്രകടനം ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. വിവാഹ വാഗ്ദാനം നൽകി പീഡനം, പ്രതി അറസ്റ്റിൽ. ഓച്ചിറ ചങ്ങൻകുളങ്ങര സ്വദേശി ആദിത്യനാണ് അറസ്റ്റിലായത്. യുവതിയുടെ പരാതിയിലാണ് കേസ്. ഭിന്നശേഷിക്കാർക്കൊപ്പം സമയം ചെലവഴിച്ച് മന്ത്രി ബിന്ദു കൃഷ്ണ. വിവിധ ജില്ലകളിൽ നിന്നായി മന്ത്രിയെ കാണാൻ ഭിന്നശേഷിക്കാർ എത്തി. കേക്ക് മുറിച്ചും മധുരം പങ്കിട്ടും ഭിന്നശേഷി കുട്ടികൾക്കൊപ്പം മന്ത്രി. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിലെ തട്ടിപ്പ്, താൽക്കാലിക ജീവനക്കാരൻ റിമാൻഡിൽ. DYFI നേതാവായ എബിൻ കെ ഷിജു ആണ് റിമാൻഡിലായത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.